യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പ അങ്ങയുടെ സന്നിധിയിലിതാ അങ്ങയുടെ മക്കൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ രക്ഷയാണ്. അങ്ങ് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടിയാണ് രക്തം ചിന്തി ബലിയായി തീർന്നത്. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അന്ത്യത്തോളം ഈ ഭൂമിയിൽ അങ്ങേക്ക് വേണ്ടി വേല ചെയ്ത് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലെത്തുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഞങ്ങളുടെ പാപത്തിൻ്റെ കണക്കുകളോ വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല അപ്പാ. എന്തെന്നാൽ ഞങ്ങൾ പാപികളും ഏഴകളുമാണ്, കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. എങ്കിലും കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടികളാണല്ലോ. ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ കരുണയുടെ വാതിൽ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്കായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, സാത്താൻ്റെ പിടിയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, അമ്മ സർപ്പത്തിൻ്റെ തലയെ തകർത്തവളാണ്, സാത്താൻ്റെ മുമ്പിൽ സൈന്യത്തെ പോലെ നിലനിന്നവളാണ്. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും അമ്മ ശക്തമായി നിലനിൽക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, ഹല്ലേലൂയ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും അവസ്ഥകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. ഓരോ മക്കളുടെ സങ്കടങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ. വഴിയറിയാതെ നിൽക്കുന്നവർക്ക് വഴി കാട്ടിക്കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭാവി ജീവിതത്തെ ധന്യമാക്കണമേ. ഒരു കുഞ്ഞു പോലും പരാജയത്തിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കരുതേ. നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ അമ്മേ അവരെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അമ്മേ, ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ. അമ്മേ മാതാവേ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അമ്മ ഇടപെട്ട് ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ അമ്മ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ദൈവം നമ്മെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തെ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈ ഭൂമിയിലായിരിക്കുന്ന കാലമത്രയും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. ഒരന്ധകാര ശക്തി പോലും ഞങ്ങളുടെ ഭവനത്തിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ മാലാഖമാരാൽ സംരക്ഷണം നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാർഷിക വിളകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വരുമാന മാർഗമാകുന്ന
പോകുന്ന ജീവജാലങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഉത്തരം നൽകി അമ്മ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.